പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. വില്ലന്മാർ വീഴുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന് രഞ്ജിത്ത് ആരോപിച്ചു. സർക്കാർ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ധാർമ്മികത മുൻനിർത്തിയാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃനിരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നടൻ സിദ്ദിഖ് പ്രതികരിച്ചു. സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമം ഫലം കണ്ടില്ല. 2 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് രാവിലെ രഞ്ജിത്ത് രാജിക്കത്ത് കൈമാറി. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതു മുതൽ ഒരു സംഘം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് രഞ്ജിത്ത്. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. രഞ്ജിത്തിനെ പൂർണ്ണമായും തള്ളാതെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല, രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, ഇപ്പം തന്നെ രാജിക്കത്ത് അയക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖിനെ തെറിപ്പിച്ചത്. സിദ്ദിഖ് തന്നെ ഹീനമായി പീഡിപ്പിച്ചെന്നാണ് രേവതിയുടെ ആരോപണം. ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ രാജിവെക്കുന്നുവെന്ന് സിദ്ദിഖ്. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈറ്റ്ല സ്വദേശി അനിൽകുമാർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിദ്ദിഖിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തണമെന്നാണ് ആവശ്യം. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമം നടത്തിയ ശേഷമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചൊഴിയുന്നത്. 2 ദിവസം സർക്കാരിന്റെ സംരക്ഷണത്തിൽ പരമാവധി ന്യായീകരണങ്ങൾ നടത്തിയ ശേഷമാണ് നിരുപാധിക കീഴടങ്ങൽ. രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഇപ്പോഴും സർക്കാർ പരിഗണിച്ചിട്ടുമില്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത് 2 ദിവസം മുൻപ്. സംവിധായകനായ രഞ്ജിത്ത് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്ന ആരോപണം ആദ്യം പരിഹാസത്തോടെ തള്ളുകയായിരുന്നു ചെയർമാൻ ചെയ്തത്. ന്യായീകരണത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും വിവാദം ആളിപ്പടർന്നു. അതിനിടയിൽ രഞ്ജിത്ത് മഹാപ്രതിഭ എന്ന തിലകം ചാർത്തി നൽകി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പരാമർശം വിവാദമായതോടെ ആരോപണം തെളിഞ്ഞാൽ സംരക്ഷിക്കില്ലെന്ന പ്രതികരണം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് CPI സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി. CPIM-ലെയും ചില നേതാക്കൾ രാജിയില്ലാതെ വഴിയില്ലെന്ന നിലപാടെടുത്തു. ഇന്നലെ തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടെങ്കിലും മറ്റു പല ചർച്ചകളും രാജി വൈകിപ്പിച്ചു. വെറുമൊരു ആരോപണത്തിന്റെ പേരിൽ രഞ്ജിത്ത് രാജിവെച്ചാൽ പിന്നീട് അതൊരു കീഴ്വഴക്കമാകുമോ എന്ന ആശങ്കയുണ്ടായി. ഒടുവിൽ രാജി വേണമെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ആരോപണങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഒഴിഞ്ഞു. സർക്കാരിന്റെ സമ്മർദ്ദമല്ല, സ്വമേധയെയാണ് തീരുമാനമെന്ന് ന്യായീകരണം നിരത്തി. രഞ്ജിത്തിന്റെ രാജിയിൽ സന്തോഷമില്ലെന്ന് ആരോപണമുന്നയിച്ച നടി ശ്രീലേഖ മിത്ര 24-നോട് പറഞ്ഞു. I am not happy. I am a good soul at the end of the day. I don't want somebody to suffer. But yes, people should come to know. And this practice had been going on since the beginning of the patriarchal society, the advent of the patriarchal society. അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചതാണ് പ്രശ്നമായതെന്ന് സംവിധായകൻ ജോഷി ജോസഫ്. സത്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ഒന്നേ ഉള്ളെങ്കിലും നമ്മളുണ്ടാക്കുന്ന ഉഡായ്പകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോൾ കുറേ സത്യങ്ങൾ പുറത്തു വരും. സിനിമയ്ക്ക് നമ്മൾ ഡയലോഗിടുന്ന മാതിരിയല്ലല്ലോ. ജീവിതത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ബലം പിടിക്കാതെ നേരെ നമുക്കെല്ലാവർക്കും അബദ്ധം പറ്റാമല്ലോ. ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്നലെ പോലും വളരെ ഹൃദയവിശാലതയോടെ ശ്രീലേഖ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടത്. ഇനി രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിലും സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. 24 തിരുവനന്തപുരം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സർക്കാർ കൈവിട്ടത് സമ്മർദ്ദം താങ്ങാനാകാതെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ശക്തമായതോടെ സർക്കാർ രാജി ആവശ്യം സജീവമാക്കി. അതിനിടെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനം ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി. രഞ്ജിത്തിനെ പുകഴ്ത്തിയ സജി ചെറിയാന്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്.
ശ്രീലേഖ മിത്ര പരാതിയുമായി എത്തിയാൽ രാജി ആവശ്യപ്പെടാമെന്നായിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള സർക്കാർ തീരുമാനം. എന്നാൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സർക്കാർ മാറി ചിന്തിച്ചു. സമ്മർദ്ദമേറിയപ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് തുടരുന്നത് അനുചിതമെന്ന് മുന്നണിക്കുള്ളിൽ ശക്തമായ അഭിപ്രായമുയർന്നതോടെ രാജിയിലേക്ക് നീങ്ങുകയായിരുന്നു. സർക്കാരിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് പി രാജീവ്. ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ലല്ലോ. അമ്മ സംഘടന അല്ലെങ്കിൽ AMMA അതിന്റെ ഭാരവാഹികളൊക്കെ ഏത് പാർട്ടിയിലാണ് ചേർന്നേക്കണേ? ഞങ്ങൾക്ക് എന്തിനാ ആരെങ്കിലും സംരക്ഷിക്കേണ്ട ആവശ്യം? ആരോപണത്തിന് പിന്നാലെ രഞ്ജിത്തിനെ അതുല്യ പ്രതിഭ എന്ന് വിശേഷിപ്പിച്ച സജി ചെറിയാന്റെ സമീപനത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിച്ച് CPIയും രംഗത്തെത്തി. അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ട് വർഷങ്ങളായി. ആ കിട്ടിയ റിപ്പോർട്ട് യഥാസമയം പുറത്ത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു സംശയം ജനങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. രഞ്ജിത്തിന്റെയും സിദ്ദീഖിന്റെയും രാജിയിൽ എല്ലാം അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രധാനപ്പെട്ട രാജികൾ സർക്കാരിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിയമ നടപടികളിലെ തുടർ നീക്കങ്ങൾ നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. 24 എൻകൗണ്ടർ പ്രൈമിൽ യുവനടി രേവതി സമ്പത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചത്. സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട് നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പ്, ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിച്ച് ഫെഫ്ക മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. നടൻ സിദ്ദിഖ് ഹീനമായി പീഡിപ്പിച്ചെന്ന രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ അമ്മയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ സജീവ ചർച്ചയായി. സിദ്ദിഖിന്റെ മറുപടി ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തി. സിദ്ദിഖ് മിണ്ടിയില്ല. രാത്രി വൈകി പ്രസിഡന്റ് മോഹൻലാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രാജി തീരുമാനത്തിലേക്ക് എത്തിയത്. പുലർച്ചെ തന്നെ ഔദ്യോഗിക രാജിക്കത്ത് പ്രസിഡന്റിന് ഇമെയിലായി നൽകി. രാജിവെക്കുകയല്ല, ഇറക്കിവിടുകയാണ് വേണ്ടിയിരുന്നതെന്ന് രേവതി സമ്പത്തിന്റെ പ്രതികരണം. അയാളെന്നല്ല, അയാളെ പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. ഇന്നലെ തന്നെ സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം സ്വയം രാജിവെക്കുക, അല്ലെന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന്റെ നടപടി എടുത്തുകൊണ്ട് ജനറൽ ബോഡിയുടെ അംഗീകാരം തേടുക. ഈ രണ്ട് കാര്യങ്ങളിലെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. അത് മലയാള സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് തിരിഞ്ഞിരുന്നു. അതിന്റെ തൊട്ടുപുറകെ രാജി വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. തുടർ നീക്കങ്ങൾ ആലോചിക്കാനും പ്രതിസന്ധി ചർച്ച ചെയ്യാനും അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പ്, ലൈംഗിക ചൂഷണം എന്നിവയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആവശ്യപ്പെട്ടു. വിഷയം സമഗ്രമായി ചർച്ച ചെയ്യാൻ 31 മുതൽ 3 ദിവസം ഫെഫ്ക യോഗം ചേരും. പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാനും ഫെഫ്ക തീരുമാനിച്ചു. 24 കൊച്ചി. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ. ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും കൂടിക്കാഴ്ച നടത്തി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇങ്ങനെയൊരു ആവശ്യം WCCയുടെ ഭാഗത്തുനിന്നും ഒപ്പം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ടായിരുന്നു. ഏത് തരത്തിൽ ഈ പരാതികൾ അന്വേഷിക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ചൂഷണ പരാതിയിലടക്കം അന്വേഷണം നടത്താൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ മുൻ നിലപാടിൽ നിന്ന് ഒരു മാറ്റം എന്നായി നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം നേരത്തെ ഇക്കാര്യത്തിൽ ഈ അന്വേഷണത്തിനും കേസെടുക്കുന്നതിന് നിയമസാധ്യതയില്ല എന്നുള്ളൊരു കണ്ടെത്തൽ, ഒരു നിലപാട് സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അന്വേഷണത്തിന് ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പരാതിക്കാർക്ക് രഹസ്യ സ്വഭാവത്തിൽ ഉൾപ്പെടെ പോലീസിനെ ബന്ധപ്പെടാൻ വഴിയൊരുക്കും. പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. മാത്രമല്ല, നവമാധ്യമങ്ങളിലൂടെ അടക്കം ഉന്നയിക്കുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ പോലീസ് തന്നെ, സർക്കാർ സംവിധാനം തന്നെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് പരാതി ഉണ്ടെങ്കിൽ, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം കേസെടുത്ത അന്വേഷണം. ഇതാണിപ്പോൾ സർക്കാർ നിലപാടായി പുറത്തുവരുന്നത്. സിനിമാ മേഖലയിലെ മറ്റു പരാതികളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആവശ്യം ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറയാതെ അടക്കം
പുറത്തു വന്ന ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളിൽ അന്വേഷണം നടത്തണം എന്നുള്ളത് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതിയുമായി ആരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. സർക്കാർ ആ നിലപാട് തിരുത്തുകയാണ്. ആ നിലപാടിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഒരു പക്ഷേ സിനിമാ മേഖലയിലെ ചില വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ തീർച്ചയായും ഷഫീദ്, ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ പരാതി നൽകുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ പറയുന്ന ആളുകളെ കുറിച്ച് മാത്രമാണോ അന്വേഷണം നടത്തുക, അതോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണോ ഇത്? ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉണ്ടാകില്ല. മറിച്ച് ഇപ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണം. രണ്ടാമത്തേത് യുവനടി AMMയുടെ മുൻ തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളായിട്ടുള്ള സിദ്ദീഖിനെതിരെ ഉന്നയിച്ച പരാതി. ഈ രണ്ട് പരാതികളിലായിരിക്കും ഒരു പക്ഷേ ഇവർ ആ പരാതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുക. മാത്രമല്ല, സിനിമാ മേഖലയിലെ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് അലിഗേഷനായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മറ്റു പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിലടക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകും. ഏതായാലും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് രഞ്ജിത്തിന്റെ രാജി എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി എന്നുള്ള ഒരു തീരുമാനം കൂടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. മുന്നണിക്കുള്ളിലും അതേപോലെ തന്നെ ഇടത് കേന്ദ്രങ്ങളിലും ഇങ്ങനൊരു അഭിപ്രായം ഉയർന്നു എന്നുള്ള വിവരവും സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് അടിക്കാൻ സംസ്ഥാന സർക്കാരിന് ഈ പ്രത്യേക സാഹചര്യത്തിലാവില്ല. നിലവിൽ രേവതി സമ്പത്ത് തന്നെ നടൻ റിയാസ് ഖാനെതിരെ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇനി പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും സർക്കാർ ഇത് സ്വീകരിച്ച് നടപടി എടുക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? പരാതി ഉണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആളുകളുമായി ബന്ധപ്പെടുക. അതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആക്ഷേപം ഉന്നയിച്ച, ആരോപണം ഉന്നയിച്ച, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇരയാക്കപ്പെട്ടുവെന്ന ഇതിനോടകം പൊതുസമൂഹത്തിന് മുൻപിലോ അതല്ലെങ്കിൽ നവമാധ്യമങ്ങളിലെങ്കിലും പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെടുക. സർക്കാർ സംവിധാനം എന്ന നിലയിൽ പോലീസ് തന്നെ ബന്ധപ്പെടുക. അതിനുശേഷം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ, മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായും ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക. കേസെടുത്ത് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ നിലപാട് സംസ്ഥാന സർക്കാർ മുൻപെടുക്കണമെന്നുള്ള ആവശ്യം ഇടത് കേന്ദ്രം തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ ഈ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സാധ്യതകൾ അതില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒഴിയാൻ കഴിയില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായ രണ്ടുപേർക്കെതിരെ ഗുരുതരമായ അലിഗേഷൻ ഉണ്ടാവുകയും അവർക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്ത ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പഴയ നിലപാടിൽ നിന്ന് മാറുന്നു. സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണത്തിന്, സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ, ആരോപണങ്ങളിൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുമായും നടത്തിയിട്ടുണ്ട്. പ്രവിധ. ഷഫീദ്, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഈ ബംഗാളി നടി സുലേഖയുമായി ബന്ധപ്പെടും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതോടൊപ്പം തന്നെ രേവതിയുമായി സിദ്ദിഖിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചോദിച്ചറിയും. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആദ്യഘട്ടത്തിൽ അങ്ങനെയാകില്ലേ? ഉറപ്പായിട്ടും നേരത്തെ തന്നെ, അതായത് ഇന്നലെ തന്നെ മുന്നണിക്കുള്ളിലെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ശ്രീലേഖ മിത്രയുമായി ബന്ധപ്പെടാൻ സംസ്ഥാന സർക്കാർ ചിലരെ നിയോഗിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ തന്നെ അങ്ങനെ ഒരു ഔദ്യോഗിക സംവിധാനം ഉണ്ടാക്കുന്നത്. രഹസ്യ സ്വഭാവത്തിലടക്കം ആക്ഷേപമുള്ളവർക്ക്, ആരോപണമുള്ളവർക്ക്, ഇരയാക്കപ്പെട്ടവർക്ക് അവർക്ക് ബന്ധപ്പെടാൻ, പോലീസിനെ ബന്ധപ്പെടാൻ, രഹസ്യ സ്വഭാവത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകാനൊക്കെയുള്ള സൗകര്യം അത് ഒരുക്കുകയാണ്. അത് ഇടതുമുന്നണിയിൽ തന്നെ ചില വനിതാ നേതാക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിച്ചു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിനും അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ കൂടിക്കാഴ്ചയിൽ തുടരുക. ഇപ്പോൾ മുൻ DGP ടി അസഫ് അലി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അസഫ് അലി, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരികയാണ്. ലൈംഗിക പരാതികൾ അന്വേഷിക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം അത് ഏത് തരത്തിലായിരിക്കും പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഈ അന്വേഷിക്കുന്നത് ആരാണ്? പോലീസല്ല. പോലീസ് അന്വേഷിക്കണമെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. അതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ 176, പഴയ CRPCയിലെ 157. ഒരു കോഗ്നിറ്റബിൾ ഒഫൻസിനെ സംബന്ധിക്കുന്ന വിവരം ലഭിച്ചാൽ, അതായത് ആ കുറ്റകൃത്യം ചെയ്തു എന്ന് സംശയമുണ്ടായാൽ, അത് വിവരം ലഭിച്ചാലോ മറ്റു രീതിയിലോ പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് വിവരം കൊടുത്ത് കേസ് അന്വേഷിക്കാമെന്നുള്ള ഫണ്ടമെന്റലായ നിർബന്ധമുള്ള നിയമപരമായ ബാധ്യതയാണ്. അത് ചെയ്യാതെ 4.5 കൊല്ലം വെച്ച് പൂട്ടിയ സർക്കാർ ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആ സർക്കാരിനെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു പുതിയ വിദ്യയാണ് വീണ്ടും ഇപ്പൊ പോലീസ് അല്ല അന്വേഷിക്കുന്നത്.
AKG സെന്ററിൽ നിന്ന് നിയമിക്കുന്ന ചില ആശാമാരാണ് അന്വേഷിക്കാൻ പോകുന്നത്. അവരന്വേഷിച്ചാൽ ഇത് കുഴിച്ചുമൂടും. അപ്പൊ ആദ്യത്തെ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന പുതിയ നാരകേര സംഹിതയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നല്ലോ, റേപ്പ് കേസിലെ പ്രതിയെ കയ്യാമ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര കണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തെ ശക്തമായി നേരിടാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പരിരക്ഷയാണ് പ്രതികൾക്ക് കൊടുക്കുന്നത്. ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അതങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഇതിൽ സർക്കാരും പ്രതിക്കൂട്ടിലാവും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ ടി അസഫ് അലി, താങ്കൾ ഉന്നയിച്ച ഒരു കാര്യം സത്യമാണ്. 4.5 വർഷമായി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വരുന്നു. അതിനുശേഷം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സർക്കാരിന് സമ്മർദ്ദമേറുന്നു. എന്തായാലും ഈ ഒരു അവസരത്തിലെങ്കിലും ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ പോലീസിന് മുന്നിൽ ഉണ്ടാകുന്ന വെല്ലുവിളി അതെന്താകും? സർക്കാർ നിയമിച്ചിരിക്കുന്ന കമ്മീഷനോ കമ്മിറ്റിയോ അല്ല വേണ്ടത്. FIR രജിസ്റ്റർ ചെയ്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ നാഗരിക സുരക്ഷാ സംഹിത CRPC അനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടത്. സർക്കാർ അങ്ങനെ ഡ്യൂട്ടി ഓഫ് ദ പോലീസ്. ഇത് പോലീസിന്റെ മാൻഡേറ്ററി ഡ്യൂട്ടിയാണ്. ഇത്രയും വിവരങ്ങൾ ലഭിച്ചിട്ട് പോലീസ് കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാരെല്ലാം ഉറങ്ങുകയാണ്. സർക്കാർ 4.5 കൊല്ലം ഉറങ്ങി. ഈ പരിരക്ഷ കൊടുത്തത് പ്രതികൾക്കാണ്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ സംവിധാനം. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ട സർക്കാർ വീണ്ടും ഒരു കമ്മിറ്റിയെ വെക്കേണ്ട ആവശ്യം എന്താണ്? ഈ അന്വേഷണ കമ്മീഷൻ വീണ്ടും ഒരു കമ്മീഷന്റെ ക്വസ്റ്റ്യനൂടെ ഉദിക്കുന്നേയില്ല. വളരെ ഞെട്ടിക്കുന്ന, അതും വളരെ ഉന്നതമായ സ്ഥാനീയത്തിരിക്കുന്ന ആളുകൾ അന്വേഷിച്ചു ശരി, ടി അസഫ് അലി മുൻ DGP ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഫീദ്, ഇപ്പോൾ അസഫ് അലി വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഈ പ്രത്യേക സംഘത്തെ ഉടൻ തന്നെ നിയോഗിക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ ഘടനയടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പ്രത്യേക സംഘം എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇതിൽ 2 തരത്തിലുള്ള ചോയ്സുകൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, പരമാവധി ആരോപണങ്ങൾ അത് പരിശോധിക്കുക. പരിശോധിച്ച ശേഷം നിയമ നടപടികൾക്ക് സാധ്യതയുള്ളവ, നിയമ നടപടികൾക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അവയുമായി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, നിലവിൽ ഇപ്പോൾ ധാർമ്മികമായി സംസ്ഥാന സർക്കാർ നേരിടുന്ന പല വിഷയങ്ങൾ, അതിലൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. രണ്ടാമത്തേത് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന തരത്തിലേക്കുള്ള ചില വിമർശനങ്ങൾ, അത് ചില വനിതാ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ മുഖം രക്ഷിക്കുക. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചലഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾക്കെതിരെയാണ് ആദ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പേര് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ ലൈംഗിക ആരോപണം പുറത്തു വരുന്നത്. അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയ തലവേദന ചെറുതല്ല. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലും അങ്ങനെയുള്ള തലവേദന, പ്രതിസന്ധി, ഇതൊന്നും സഹിക്കാൻ സംസ്ഥാന സർക്കാരിന് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ പ്രധാനമായും സർക്കാർ ഈ കേസുകൾ അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേക സംഘം കൊണ്ടുവരുമ്പോൾ പരാതിക്കാർക്ക് സുരക്ഷിതമായി, പ്രത്യേകിച്ച് ഇന്ന് നടി രേവതി, അതായത് യുവനടി രേവതി അടക്കം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് മുൻപൊരു കേസുമായി ബന്ധപ്പെട്ട്, ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ തനിക്ക് വാതിലുകൾ തുറന്നു കിട്ടിയില്ല എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള നിയമസഹായം കിട്ടിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇനിയും ഉയരാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരത്തിനപ്പുറത്തേക്ക് മറ്റ് ചില തീരുമാനങ്ങൾ കൂടി, രഹസ്യ സ്വഭാവത്തിലുള്ള തീരുമാനങ്ങൾ കൂടി മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഉണ്ടായി. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരിതാ. കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രത്യേക സംഘവും പോലീസ് പരിശോധനയും എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേക സംഘം ഏത് ഘടനയിൽ അതെങ്ങനെ പ്രവർത്തിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം. ഏതായാലും ഗൗരവമുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കേട്ട ഏറ്റവും വലിയ പഴിയായിരുന്നു
നിയമവഴിക്ക് അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ കരുതുന്നില്ല, പോകുന്നില്ല. സംസ്ഥാന സർക്കാർ ചിലരെ സംരക്ഷിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഷഫീദ്, ഇതിൽ ഇപ്പോൾ ഈ മീട്ടു ആരോപണം ഉൾപ്പെടെ മുൻപ് പല നടന്മാർക്കെതിരെയും സിനിമാ പ്രവർത്തകർക്കെതിരെയും ഒക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ആളുകളെ കൂടി ഈ ഇത്തരത്തിൽ അന്വേഷണത്തിൽ പരിധിയിൽ കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതോ ഈ അടുത്ത കാലത്ത് മാത്രം പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില പേരുകൾ പുറത്തു വന്നിരുന്നു, അവർക്കെതിരെ മാത്രമാണോ അന്വേഷണം നടത്തുക? പ്രവിധ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പേരുകൾ പരാമർശിക്കുന്നില്ല. മാത്രവുമല്ല, ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിന് ഒരു അന്വേഷണ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും മുഖം രക്ഷിക്കാനടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിനും അപ്പുറത്തേക്ക് മറ്റു ചില ആക്ഷേപങ്ങൾ അത് പലരും പല സ്ഥലത്തും, അത് മാധ്യമങ്ങളിലൂടെയുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെയുണ്ട്, അവിടെയൊക്കെ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ, ഇത്തരം ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് കേട്ടില്ല എന്ന് നടിക്കാൻ ഇനി സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായും ആരോപണം ആരൊക്കെ ഉയർത്തുന്നുണ്ടോ അവരുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന അതായിരിക്കും ഈ പ്രത്യേക സംഘം കൊണ്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം. പ്രവിധ. ശരി, അതോടൊപ്പം തന്നെ ഷഫീദ്, ഇനിയിപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ടി അസഫ് അലി മുൻ DGP പറഞ്ഞ പല കാര്യങ്ങളും അതിലേറെ പ്രസക്തമാണ്. ഇതിനിപ്പോൾ ഈ അന്വേഷണം നടത്തുമ്പോൾ പോലീസിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാവുക തെളിവ് തന്നെയല്ലേ? കാരണം പല സംഭവങ്ങളും നടന്നത് വർഷങ്ങൾക്ക് മുന്നെയാണ്. തെളിവ്, അതേപോലെ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്നവർ, ഇത് രണ്ടും തന്നെയായിരിക്കും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് നിലവിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന വിശ്വാസം അത് തിരിച്ചുപിടിക്കാൻ സഹായകരമാവുകയും ചെയ്യും എന്നുള്ള ഒരു രാഷ്ട്രീയമായ നീക്കം കൂടി സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. കാരണം ഈ ശ്രീലേഖ മിത്ര ആരോപണം ഉന്നയിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് താൻ പോകും, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് താൻ പോകും എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് രേവതിയുടെ കാര്യമാണ്. രേവതിയുടെ കാര്യത്തിലും ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് പോകുമോ എന്ന് നമ്മൾ ഇന്ന് രാവിലെ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ സഹകരിക്കാം, അതല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള കാര്യങ്ങൾ കൈമാറാമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിയമ നടപടിക്ക് ആർക്കെങ്കിലും മുന്നോട്ട് വരാൻ സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് കൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യം. അത് ഇടത് മുന്നണിയിലെ തന്നെ ചില വനിതാ നേതാക്കൾ ഒരാവശ്യമായി ഉന്നയിച്ചു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ നടികൾ ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ഒപ്പം തന്നെ നടൻ സിദ്ദിഖിന് എതിരെയുമായിട്ടുള്ള ആരോപണമാണ്. നിലവിൽ ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഇതിലൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നുമാണ് സർക്കാരിന്റെ തീരുമാനം. DGPയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.